ഹായ്, ഞാൻ മോളമ്മയാണേ ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്കേ വീട്ടിൽ തന്നെ വളരെ ഈസിയായി ടേസ്റ്റിയായി തിക്കായിട്ടുള്ള ഒരു മയോണൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു കോഴിമുട്ടയാണ്, 1 ടീസ്പൂൺ പൊടിക്കാത്ത തരികളോട് കൂടിയ പഞ്ചസാര, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 2 പിഞ്ച് ഉപ്പ്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 2 ഗാർലിക്കിനെ തൊലി മാറ്റിയത്, പിന്നെ ഉണ്ടല്ലോ 1 ടീസ്പൂൺ വിനീഗർ കൂടി വേണമായിരുന്നു. ഞാനത് കാണിക്കാൻ മറന്നുപോയതാണ്. പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറ്. ഇത്രയും സാധനങ്ങളാണ് ടേസ്റ്റിയും തിക്കുമായിട്ടുള്ള ഈ മയോണൈസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ. ഡ്രൈ ആയ മിക്സി ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക്കിനെ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യാം. അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. തരികളോട് കൂടിയ പഞ്ചസാര, എടുത്തു വെച്ചിരിക്കുന്ന ഫൈൻ പൗഡറായിട്ടുള്ള പെപ്പർ, പിന്നെ ഒരു കോഴിമുട്ട. ഇത്രയും സാധനങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ഒരു 15 സെക്കൻഡ് ബീറ്റ് ചെയ്യാം. 15 സെക്കൻഡ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ആയിട്ടുണ്ടാവും. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ 3 ഘട്ടങ്ങളായി വേണം നമ്മൾ ഒഴിക്കാൻ. ഓരോ പ്രാവശ്യവും ഒഴിച്ചതിന് ശേഷവും 15 സെക്കൻഡ് ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയും സൺഫ്ലവർ ഓയിൽ കുറേശ്ശെ ഒഴിച്ച് 3 ഘട്ടങ്ങളായി ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനീഗർ 1 ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് 15 സെക്കൻഡ് വീണ്ടും ബീറ്റ് ചെയ്യണം. അന്നേരം നല്ല ക്രീമിയും തിക്കുമായിട്ടുള്ള മയോണൈസ് റെഡിയായി കിട്ടിയിരിക്കും. ഞാൻ ഒരു മുട്ടയുടെ മെഷർമെൻ്റ് ആയതുകൊണ്ട് ചെറിയ മിക്സി ബൗളായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. ഞാൻ എടുത്തപ്പോൾ 2ാമത്തെ സൈസിലുള്ള മിക്സി ബൗളാണ് എടുത്തത്. അതുകൊണ്ട് കുറച്ച് താമസമെടുത്തു എനിക്കിത് തിക്കായി കിട്ടാൻ. നിങ്ങൾ ഒരു മുട്ടയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെറിയ മിക്സി ജാറിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എന്നെപ്പോലെ മണ്ടത്തരം പറ്റാതിരിക്കാനാണ് പറഞ്ഞു തന്നത്. പിന്നെ ഇത് നല്ല തിക്കായും ക്രീമിയായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്രസൻറ്റേഷൻ ബൗളിലേക്ക് മാറ്റാം. പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഭംഗി വേണമല്ലോ. പിന്നെ ഈ ഉണ്ടാക്കുന്ന എൻ്റെ ഈ റെസിപ്പികൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നല്ല ക്രീമിയും തിക്കുമായ ഈ മയോണൈസ് കുട്ടികൾക്ക് ഡിപ്പായിട്ടോ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാനോ ഉപയോഗിക്കാവുന്നതാണ്. ഫാമിലിക്കൊപ്പം കുട്ടികൾക്കൊപ്പം ടേസ്റ്റിയായ മയോണൈസ് എൻജോയ് ചെയ്യൂ.